ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നമ്മൾ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരി കുതിർക്കേ ഉഴുന്ന് കുതിർക്കേ അരക്കേ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പത്തിരി ഇടിയപ്പമൊക്കെ റെഡിയാക്കി എടുക്കുന്ന പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപ്പം റെഡിയാക്കാമെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അതും നമ്മളിവിടെ അരി കുതിർക്കുക ഉഴുന്ന് കുതിർക്കുക അരക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് തലേദിവസം ഒന്ന് റെഡിയാക്കി വെച്ചാൽ മാത്രം മതിയാവും. നമ്മളിപ്പോൾ ഇവിടെ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 2 കപ്പ് നെയ്സ് പത്തിരിപ്പൊടി, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പത്തിരി ഇടിയപ്പമൊക്കെ റെഡിയാക്കി എടുക്കുന്ന പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 കപ്പ് പൊടി എടുത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് രാത്രിയിൽ നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് അടിച്ച് വെക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചോറ്, ഇപ്പോൾ 1.5 കപ്പ് പൊടിക്ക് നിങ്ങൾ ഒരു 1/4 കപ്പ് ചോറ് എടുത്താൽ മതിയാവും. അപ്പം നമുക്ക് ഈ ഒരു ചോറും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അത് നമ്മൾ രാത്രി ഇതൊന്ന് അരച്ച് മാത്രം വെച്ചാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കണ്ടേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അളന്നെടുത്ത സെയിം കപ്പിൽ തന്നെ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പം അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു തവി വെച്ചിട്ടോ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് 2 കപ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 1.5 കപ്പ് പൊടിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചോറും 1.5 കപ്പ് വെള്ളവും. അപ്പോൾ നമ്മളിവിടെ 2 കപ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം, 1 കപ്പ് ചോറ്. അപ്പോൾ ഇനി ഇതാ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ചെറിയ തരിയുള്ള ഈസ്റ്റ് ഇല്ലേ, ഞാനിവിടെ 10 രൂപയുടെ ചെറിയൊരു ബോട്ടിലാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു 3-4 തവണ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈസ്റ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിന് ചെറിയൊരു ചൂട് വരും. ആ ഒരു ചൂട് നമ്മൾ ഈ ഒരു ഈസ്റ്റിലേക്ക് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങ് പുളിച്ചു പൊന്തിക്കോളും. ഒരുപാട് ഒത്തിരി അങ്ങോട്ട് പുളിച്ചു പൊന്തില്ല കേട്ടോ, ചെറിയ രീതിയിൽ ഒന്ന് പുളിച്ചു പൊന്തും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരുപാട് വെള്ളമൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുറച്ച് കട്ടിക്ക് വേണം അത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കി ഒഴിക്കാം. ഇത്രയും മതി. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം നമ്മളിത്
നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഒരു ബാറ്റർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഉഴുന്ന് മാവിൻ്റെ അത്ര കട്ടി പാടില്ല കേട്ടോ. നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു ഓട്ടട റെഡിയാക്കി എടുക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നാളെ രാവിലെ നമുക്കിത് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ അടിച്ചൊഴിച്ചിട്ട് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് നൈറ്റ് ഇതൊന്ന് മൂടി വെച്ച് നാളെ രാവിലെ അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നൈറ്റ് അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മാവ് കണ്ടില്ലേ, ഒരുപാട് അങ്ങോട്ട് പൊളിച്ചു പൊന്തിയിട്ടില്ല, കണ്ടല്ലോ. ചെറുതായിട്ടൊരു പൊളിച്ചു പൊന്തലേ ഉണ്ടായിട്ടുള്ളൂ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തവി വെച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കിതിലേക്ക് തേങ്ങ അടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങ, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു 2 പിടിയോളം തേങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു തേങ്ങ അരഞ്ഞു കിട്ടാൻ മാത്രമുള്ള വെള്ളം, ഒത്തിരി വെള്ളം കൂടി പോകാനും പാടില്ല. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവരുന്നത്. ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു തരിയോട് കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തെടുക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മളിതിലേക്ക് കറിയൊന്നും റെഡിയാക്കി എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ആണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. കറി റെഡിയാക്കി എടുക്കുന്നവർക്ക് കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് വെച്ചിട്ടുള്ളത്. നമുക്കിത് മൺചട്ടിയിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം, ഒന്ന് റെഡി ആവട്ടെ. ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയാക്കി, കണ്ടില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല പോലെ നമുക്ക് ഹോളുകളൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി, കണ്ടില്ലേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല പോലെ ഹോളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്കൊന്ന് മൂടി വെക്കാം. ഇതിൻ്റെ കൂടെ നമ്മളിന്നിവിടെ തേങ്ങാപ്പാലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി. എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹോള് പോലെ വന്നിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള അപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ്. അതും ആകെ 3 ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. രാവിലെ ക്ലാസ്സിന് പോകണൊക്കെ പിള്ളേരുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഉഴുന്ന് കുതിർക്കുക, അരി കുതിർക്കുക, അരക്കുക ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.